ഹായ് ഫ്രണ്ട്സ്, കനഡിയൻ യാത്രകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര തൊട്ടടുത്ത പ്രൊവിൻസായ ന്യൂ ബ്രൗൺസ്വിക്കിലെ മിസ്കോ ഐലൻഡിലേക്കാണ്. അപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ മിഥുൻ്റെ കൂടെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിവിടുന്ന് മിസ്കോ ഐലൻഡിലേക്ക് ഏകദേശം 5.5 മണിക്കൂറാണ് നമ്മുടെ മാപ്പിൽ കാണിക്കുന്നത്. പക്ഷെ നമ്മൾ പോകുന്ന വഴിക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് പോകുന്നതുകൊണ്ട് കുറച്ചധികം സമയമെടുക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതൊരു മൂടിയ കാലാവസ്ഥയാണ്, അതുപോലെ മഴ ചെറുതായിട്ട് തൂളുന്നുണ്ട് കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒക്ടോബർ ഫസ്റ്റ് വീക്കോ അല്ലെങ്കിൽ സെപ്റ്റംബർ ലാസ്റ്റ് വീക്കോ ആയിരുന്നു ഈ ഒരു യാത്ര പോകേണ്ടത്. ഇപ്പം ഇലയുടെയൊക്കെ കളർ മാറി കുറേയൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല, പക്ഷേ ക്ലൈമറ്റ് ഭയങ്കര മോശമാണ്. മോങ്ടണിൽ നിന്നും ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ സ്ഥിരമുള്ളതല്ലേ. അപ്പോൾ ന്യൂ ബ്രൗൺസ്വിക്കിലെ മോങ്ടണിൽ നിന്നും നമ്മൾ നേരെ മിസ്കോയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 3 മണിക്കൂറും 10 മിനിറ്റും 282 കിലോമീറ്റർ ആണല്ലോ കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ മിസ്കോ. $40 ലിറ്ററാണ് മേടിച്ചിരിക്കുന്നത്. $59 കേട്ടോ. നമ്മളിപ്പോൾ ചെല്ലുന്നത് മിറാമിച്ചി എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പാലം, നമ്മളിതിന് മുമ്പ് ഇതുപോലെ തന്നെ ഒരു പാലം നമ്മൾ കണ്ടിട്ടുണ്ടാവും സിഡ്നിയിലെ കെല്ലീസ് മൗണ്ടനിൽ കേട്ടോ. അതേപോലെ തന്നെയുള്ള ഒരു സ്ട്രക്ചറിൽ പണിതിരിക്കുന്ന ഒരു പാലമാണിത്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞു. നമ്മളിപ്പോൾ പുറപ്പെട്ടിട്ട് ഏകദേശം ഒരു 6 മണിക്കൂറോളം ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെല്ലുന്നത് ഷിപ്പിഗൺ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടൗണിലേക്കാണ് കേട്ടോ. നമ്മൾ ഷിപ്പിഗൺ ടൗണിലെത്തിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഒരു അക്വേറിയം ഉണ്ട്. അപ്പം അക്വേറിയം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് വന്നത്. പക്ഷേ അത് ക്ലോസ്ഡ് ആണ്, അത് ടെമ്പററി ക്ലോസ്ഡ് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പല ബോർഡുകളും ഫ്രഞ്ചിലാണുള്ളത് കേട്ടോ. ഫ്രഞ്ചും ഇംഗ്ലീഷും കൂടി ചേർന്നിട്ടാണുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ന്യൂ ബ്രൗൺസ്വിക്ക് ഒരു ബൈലിംഗ്വൽ പ്രൊവിൻസാണ് എന്നതാണ്. നമ്മൾ കയറിയ പല കടകളിലും കൂടുതൽ ആളുകളും സംസാരിക്കുന്നതും ഫ്രഞ്ച് തന്നെയാണ്.
ഇതാണ് നമ്മുടെ എയർബിഎൻബി കോട്ടേജ്. വന്ന വഴിയിൽ ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ഒരു മണ്ണിട്ട വഴിയാണ്. അപ്പോൾ അതിൽ വരുമ്പോൾ നമുക്ക് ഒരു അടിപൊളി എയർബിഎൻബി കേട്ടോ. ഒരു 3 ബെഡ്റൂമാണ്. പക്ഷേ നമ്മൾ 2 ഫാമിലിയേ ഉള്ളൂ. ഇവിടെ നേരെ നോക്കുമ്പോൾ കാണുന്നത് അവിടെ ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ട്. ഒരു വുഡ് ഫിനിഷിലാണ് ഈ ഒരു എയർബിഎൻബി അവർ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. വലിയ ഒരു ലക്ഷറി എയർബിഎൻബി ഒന്നും പറയാൻ പറ്റില്ല. ഒരു മീഡിയം ലെവലിലുള്ള ഒരു ആവറേജ് എയർബിഎൻബി, ഒരു വാട്ടർ ഫ്രണ്ട് വ്യൂ ഒക്കെ ഉള്ള ഒരു എയർബിഎൻബി. ഞങ്ങളത് കഴിഞ്ഞ് നേരെ ഭക്ഷണം കഴിക്കാനാണ് പോയത്. ടൗണിൽ ചെന്നപ്പോൾ ഒരുവിധപ്പെട്ട ഹോട്ടലുകളൊക്കെ അടവാണ്. അധികം റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെയൊരു ചെറിയൊരു KFC പോലുള്ള റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ എല്ലാ ബോർഡുകളും ഫ്രഞ്ചിലായിരുന്നു. അവരോട് പടമൊക്കെ തൊട്ട് കാണിച്ച് അങ്ങനെ ഞങ്ങളൊരു കുറച്ച് ചിക്കൻ പീസൊക്കെ കഴിച്ച് അവിടുന്ന് പോന്നു. ഭക്ഷണം കഴിച്ച് അവിടെ നമ്മൾ നേരെ ലൈറ്റ് ഹൗസിലേക്കാണ് പോയത് കേട്ടോ. അവിടെയും എല്ലാം തന്നെ ഫ്രഞ്ചിലാണ് എഴുതി വെച്ചിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു മൂസ് നമ്മുടെ വട്ടം ചാടി. വണ്ടി വലിയ സ്പീഡിലല്ലായിരുന്നു, ഒരു 60 കിലോമീറ്റർ സ്പീഡിലായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അത് പതിയെ റോഡൊക്കെ ക്രോസ് ചെയ്താൽ അങ്ങ് പോയി കേട്ടോ. ഡാഷ് ക്യാമിൽ പതിഞ്ഞ വീഡിയോ ആണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ നേരം വെളുത്ത് രാവിലെ ചെറിയൊരു ആക്ടിവിറ്റി ചെയ്യാമെന്ന് വിചാരിച്ചു. വീടിന് ചുറ്റും നോക്കിയപ്പോൾ കയാക്കും അതുപോലെ കനോയും ഒക്കെ കിടപ്പുണ്ട്. രാവിലത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 7 ഡിഗ്രിയാണ്. അതുകൊണ്ട് അധികം നേരം ഞങ്ങൾ ലേക്കിൽ സ്പെൻഡ് ചെയ്തില്ല കേട്ടോ. നമ്മൾ താമസിച്ച എയർബിഎൻബിയുടെ തൊട്ടടുത്തുള്ള എയർബിഎൻബികളാണ് ഇതൊക്കെ കേട്ടോ. ഇതെല്ലാം എയർബിഎൻബികൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് കണ്ട ആ ഒരു ബ്രിഡ്ജിന് മുകളിൽ കൂടിയാണ്. നമ്മൾ വീട്ടിൽ നിന്നിപ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് കണ്ട ആ ഒരു ബ്രിഡ്ജിലൂടെയാണ് നമ്മൾ പോകുന്നത്. മിസ്കോ ഐലൻഡിലെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഈ പാർക്ക് തന്നെയാണ്. പക്ഷേ നമ്മൾ ചെറുതായിട്ട് 1 മാസം വൈകിപ്പോയി. അതുകൊണ്ട് തന്നെ ഇലയുടെ കളറെല്ലാം മാറി, ചുവപ്പ് കളറുണ്ടായിരുന്നെല്ലാം വാടി കരിഞ്ഞു നിൽക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. എങ്കിലും നമ്മൾ ഏതായാലും വന്ന സ്ഥിതിക്ക് ഈ പാർക്ക് ഒന്ന് ചുറ്റി നടന്ന് കണ്ട് കുറച്ച് ഡ്രോൺ ഷോട്ട് വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ പോയി. ഇനി അടുത്ത വർഷം ആരെങ്കിലും ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ മാസം തീരുന്നതിന് മുമ്പ് വരാൻ ശ്രമിക്കുക. ഞങ്ങളിവിടെ എത്തിയത് ഒക്ടോബർ 3rd വീക്കാണ്. സെപ്റ്റംബർ ലാസ്റ്റോ അല്ലെങ്കിൽ ഒക്ടോബർ 1st വീക്കോ വരാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ വന്ന വഴിക്ക് കണ്ടതുപോലെ മുഴുവൻ ചുവന്ന കളറിലുണ്ടാവും ഈ ഒരു പാർക്ക് മുഴുവൻ കേട്ടോ. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. ന്യൂ ബ്രൗൺസ്വിക്കിൻ്റെ ഒരു അറ്റത്താണ് ഈ ഒരു മിസ്കോ ഐലൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നിങ്ങൾ ഹാലിഫാക്സിൽ നിന്നാണ് ട്രാവൽ ചെയ്ത് വരുന്നതെങ്കിൽ, ഇപ്പോൾ അടുത്ത വർഷത്തേക്കാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ, രാവിലെ പോന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വൈകുന്നേരം സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസമായിരിക്കും ചിലപ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുക കേട്ടോ. ഈ ഒരു മിസ്കോ ഐലൻഡിൽ 1-ലധികം ലൈറ്റ് ഹൗസുകളും ഈ ഒരു പാർക്കും അതുപോലെ മറ്റു പല ട്രെയിലുകളും പാർക്കുകളും ഒക്കെ ഉണ്ട്. അതല്ലെങ്കിൽ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് റൂം എടുത്ത് അവിടുന്ന് ട്രാവൽ ചെയ്ത് വരാവുന്നതാണ്. നമ്മളിവിടുന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് മിറാമിച്ചിയിലിറങ്ങി ഡൗൺ ടൗണിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടതിന് ശേഷമായിരിക്കും നമ്മൾ മോങ്ടണിലേക്ക് പോവുക. മോങ്ടണിൽ ചെന്ന് ഹോപ്പ്വെൽ റോക്സും കണ്ടതിന് ശേഷമായിരിക്കും നമ്മൾ ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു പോവുക കേട്ടോ. നമ്മൾ സന്ദർശിച്ച മിസ്കോ ഐലൻഡിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 600-ൽ താഴെ മാത്രമാണ്. അതിലും വലിയ സിറ്റിയാണ് ഷിപ്പിങ്ങിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 3000-ൽ താഴെ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ടിം ഹോട്ടലിൽ നിന്ന് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്.